ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിച്ച് വ്ളോഗ്സ്. ഗൈസ്, അപ്പോഴേ PTCയുടെ ക്യാമ്പ് 2 ദിവസമായി തുടങ്ങിയിട്ട് ഇന്നോട്ടാണ് സ്റ്റേ തുടങ്ങണേ. അപ്പോഴേ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ബാഗിൽ സാധനങ്ങൾ, ഡ്രസ്സ് കാര്യങ്ങളുണ്ട്, ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ കുളിക്കാനുള്ള ബക്കറ്റ്, പിന്നെ കിടക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴേ പോയിട്ട് കാണാം, സ്കൂളിൽ പോയിട്ട് കാണാം ഗൈസ്. പോണ വഴിക്ക് പൂ വാങ്ങണം, വാങ്ങിച്ചിട്ട് കാണാം ഗൈസ്. പൂ വാങ്ങിച്ചിട്ട് കാണാം ഗൈസ്. സ്കൂളെത്തി ഗൈസ്. ഒറ്റ കയ്യിലൊക്കെ വണ്ടി പിടിച്ച് ഓട്ടിക്കുന്ന സീന തന്നെ. സ്കൂളെത്തി. അയ്യോ ഗൈസ്, നമ്മളെ കൂടെ ഉള്ള ഒരു ചെറുക്കാൻ വന്നിട്ടുണ്ട്. മസാല മുക്കി പുറത്തൊക്കെ എടുക്കും. വർക്ക് ഓൺ പ്രോഗ്രസ്. 1 2 3. 4 മണിയാകുമ്പോൾ എല്ലാവരും വരും. 3:30 ആകുമ്പോൾ വരുമല്ലോ എല്ലാവരും. ആരെല്ലാമാണ് മുന്നിൽ നിൽക്കുന്നത്, ആർക്കെല്ലാം കുറച്ച് ശേഷികൾ നൽകേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും. DLD 2024-25 ബാച്ച് വിദ്യാർത്ഥികളുടെ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനമായി അറിയിക്കുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഫസ്റ്റ് ഡേ ഓഫ് സ്റ്റേയിങ് ക്യാമ്പ് അല്ലേ? ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന്? ഒഫീഷ്യലി 3ാമത്തെ ദിവസമാണ്. പക്ഷെ ഇന്നാണ് സ്റ്റേ ചെയ്യണം. ഇന്ന് സ്റ്റേ ചെയ്യണ ആദ്യത്തെ ദിവസം. അടിസൊക്കെ പൊള്ളിച്ചടുക്കും. ശമ്പളം കൊടുത്തു. മറ്റേ നാട്ടുഭാഷ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതിരുന്നപ്പോൾ മന്നത്ത് പത്മനാഭൻ അവതരിപ്പിച്ച സബ്മിഷൻ ഒക്കെ അതിനകത്തുണ്ട്. TK വേലുക്കുട്ടി. അപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ, അതിൽ നിന്ന് ഇന്ന വാക്ക് മാറ്റിയതായിട്ട് അതിനകത്തുണ്ട്. വളരെ പക്കയായിട്ടുണ്ട്. അന്ന് എഴുത്താണല്ലോ, എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ഡോക്യുമെന്റേഷനാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പാർലമെന്റിനകത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, പാർലമെന്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട് ഇല്ലേ? മോശമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ ആ വാക്ക്? അൺപാർലമെന്ററി ആണ്. ആ വാക്ക് എന്താണ്? അൺപാർലമെന്ററി ആണ്. വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുകയും ITയുടെ നിയമാവലികളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എന്റെ ഉത്തരവാദിത്വം യഥായോഗ്യം നിർവഹിക്കുമെന്നും എന്റെയും സഹപാഠികളുടെയും സ്ഥാപനത്തിന്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമെന്നും ഞാൻ ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. പ്രവർത്തനങ്ങളിൽ എന്റെ ഉത്തരവാദിത്വം യഥായോഗ്യം നിർവഹിക്കുമെന്നും എന്റെയും സഹപാഠികളുടെയും സ്ഥാപനത്തിന്റെയും ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്യാമ്പ് തുടങ്ങിയിട്ട് 3 ദിവസമാണ്. സ്റ്റേയിങ് ക്യാമ്പാണ്.
അപ്പോഴേ ഇനി 19-ാം തീയതി വരെ ഉണ്ട്. അപ്പോഴേ ഇന്നത്തെ ദിവസം ഉദ്ഘാടനങ്ങളൊക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ഒരു പ്രയറൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് ഫുഡ് എല്ലാവരും വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോഴേ ക്യാമ്പ് തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ്. പക്ഷേ സ്റ്റേ ചെയ്യണത് ഇത് ഫസ്റ്റ് ഡേ ആണ് സ്റ്റേയിങ് തുടങ്ങിയത്. അപ്പോഴേ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. എന്നിട്ട് ഒരു പാർലമെൻറ്റ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു. അപ്പോഴേ അതിനുശേഷം നമുക്ക് ഡയറി, കുറച്ച് പേർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോഴേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് റൂമിലോട്ട് വന്ന്, പിന്നെ എനിക്കിനി ഡയറി കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്, ആദ്യത്തെ 3 ദിവസത്തെ കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോഴേ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുമെങ്കിൽ. ഓക്കെ.